ഇതെന്നാടാ ഇവനെ ജെട്ടിയുടെ പരസ്യത്തിന് നിർത്തിയ പോലെ ആക്കിയല്ലോ. ഹലോ എടാ, നീ ഒരുത്തനെ വെള്ളം ഒഴിച്ച് നിക്കറിട്ട് നിർത്തിയില്ലേ, അവനെ ആരാന്നറിയാവോ? ആരാന്ന് പറടാ. കൂളിംഗ് ഗ്ലാസ് ഗുണ. അതിനെന്താ ഇപ്പോ? എടാ, കൂളിംഗ് ഗ്ലാസ് ഗുണയെന്ന് പറഞ്ഞാ കൂളിംഗ് ഗ്ലാസ് വിൽക്കുന്നവനാ. കൊട്ടേഷൻ സംഘമാടാ. ഒഴിഞ്ഞടാ, നിന്നെ കൊല്ലുവടാ. ഞാനൊരു പ്രശ്നമായിട്ട് ഹോസ്പിറ്റലിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവിടെ ചെന്നിട്ട് ഞാൻ വിളിക്കാം. ശരിടാ, ഞാൻ വെക്കാം. എടാ, നാട് നന്നാക്കാൻ പറഞ്ഞപ്പോ അവന്റെ ജീവിതം നശിപ്പിച്ച് കളഞ്ഞല്ലോടാ. ഊഴച്ചക്കയുടെ കൂഞ്ഞിയുടെ ഒരു മുഖോ. ചേട്ടാ, അവന്റെ വീട് വക്കച്ചമ്പടിയിൽ 5 മിനിറ്റ് കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഓടിയെത്താം. Bash him up, yeah, just wanna control his face. Bash him up, yeah, just wanna control his face. Yeah, whoa, Bash him up, yeah, just wanna control his face. Bash him up, yeah, just wanna control his face. അന്ന് അറിയാണ്ട് സാറിന്റെ മേത്ത് അല്ല സാറന്ന് ജെട്ടിയിട്ട് നട റോട്ടില് നീയേ തീർന്നടാ. Get ready to die. I'm already ready, I'm on high. Get ready to die. I'm already ready, I'm on high. ഏനാ, കൂളിംഗ് ഗ്ലാസ് ഗുണയുടെ കണ്ണു പോയെന്നോ? എന്തുവാ നീ പറയുന്നേ? അവിടെ ശരിക്കും എന്താ നടന്നേ? നമ്മളവനെ പിടിച്ചു നേരത്ത് ചേട്ടൻ വടിവാളെടുത്തോണ്ട് വേഗം വന്നായിരുന്നു. അതിനു മുമ്പ് ചേട്ടൻ കുമ്മി അടിച്ചില്ലേ? ഏത് കേക്കെ, ഞാൻ അതിനു മുന്നേ വടിവാളെടുത്ത് വീശാൻ തുടങ്ങിയില്ലേ? അരിവാളാകെ 3 അടി. ചേട്ടന്റെ കഴുത്തിന്റെ കനം നോക്കിയാൽ അരിവാൾ അകത്തിറങ്ങേണ്ടതാണല്ലോ. ഇറങ്ങിയില്ല, പക്ഷെ ചേട്ടന്റെ കണ്ണടിച്ചു പോയില്ലേ? മനസ്സിലാവാത്തെ. ചേട്ടാ, അവിടെ എന്താ ശരിക്കും നടന്നത്? എനിക്കറിയില്ല. ഇനിയൊന്നും അറിയില്ല. ഒരുപക്ഷെ കണ്ണ് കാണാം, ചിലപ്പോ കാണാതായെന്നും വരാം. എന്താ ഡോക്ടർ ഈ പറയുന്നേ? അളിയ, ഞാൻ ആശുപത്രിയിലെത്തി. മേലോട്ട് വന്നോണ്ടിരിക്ക, ഒരു 2 മിനിറ്റ്. ശരിക്കും കണ്ണു പോയല്ലേ? അതേടാ. ഇവൻ എന്നാ പമ്മി വരുന്നേ?
ചേട്ടാ ഒരു കാര്യം പറഞ്ഞാൽ തല്ലുവോ? എന്താടാ? ചേട്ടന്റെ കണ്ണ് പൊട്ടിച്ച് കളഞ്ഞത് അവനല്ല ചേട്ടാ. പിന്നെ ആരാടാ? അത് മറ്റേ കേസാ. അതെന്ന് വെച്ചാ മനസ്സിലായില്ലേ? ആ അമ്പലത്തിൽ വെച്ച് പ്രേതബാധ ഉണ്ടായി കിടന്ന് തുള്ളിയില്ലേ, അതിന്റെ പ്രേതമായത്. അത് അവന്റെ ദേഹത്ത് കയറി ചേട്ടനെ വാരി അടിച്ചു കളഞ്ഞതാ. ഈ നാട് മുഴുവനും എന്നെ കണ്ട് വിറയ്ക്കും. അപ്പോഴാ പ്രേതവും പിശാശും. ചേട്ടാ എടാ, ഡോക്ടർ എന്താടാ പറഞ്ഞത്? എത്രയും വേഗം കെട്ടെടുക്കണം. അവനെ വെട്ടി വെട്ടി തുണ്ടവാക്കണം എനിക്ക്. എന്നിട്ട് ഈ കണ്ണുകൊണ്ട് കാണണം എനിക്കെല്ലാം. അത് നടക്കില്ല ചേട്ടാ. ഇനി ചേട്ടന്റെ 2 കണ്ണും കാണാൻ പറ്റുമെന്ന് ഡോക്ടർക്ക് ഡൗട്ടാ. കൺഫേമാ ചേട്ടാ. വാ തുറന്ന ഉടനെ കാറ്റാഞ്ഞടിച്ചില്ലേ? എന്നിട്ട് അത്രയും പേരുണ്ടായിട്ട് ഗുണേട്ടന്റെ കണ്ണ് മാത്രമല്ലേ അത് ഞോണ്ടിയെടുത്ത് കളഞ്ഞത്. അളിയാ, എന്താടാ? ഒരു കാര്യം അറിഞ്ഞോ? കൂളിംഗ് ഗ്ലാസ് ഗുണ അടുത്ത റൂമിൽ തന്നെ ഉണ്ട്. ഇടയിടെ പേടിക്കാതെ ഒന്ന് നിക്ക് നീ. ഒരു പ്രശ്നവുമില്ല. നിനക്കെന്തായാലും ഭാഗ്യമുണ്ട്. അവനെ ആരാണ്ട് അടിച്ച് അവന്റെ കണ്ണു കുത്തി പൊട്ടിച്ച് വെച്ചേക്കുവാടാ. കണ്ണോ? എന്താ എന്താ? അവന്റെ കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെടാനേ കാരണം ഞാനാടാ. വാവ്, ഇത്രയും നാൾ ഞാൻ ബ്രൂസ്ലി അർണോൾഡാ വലിയവെന്ന് വിചാരിച്ചത്. ഐ ആം പ്രൗഡ് ഓഫ് നീയടാ. ഏയ് ഒന്ന് പോടാ. ഞാൻ ഇവിടെ പേടിച്ചിരിക്കുക. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയായിരുന്നോ? അഡ്മിഷനിൽ കൊടുത്തായിരുന്നു. വായിക്കോട്ടെ വിട്ടു. കണ്ണാടി ഉടഞ്ഞു വീടാ. എന്നടാ സില്ലി സില്ലി ഊളത്തരം പറയുന്നേ? നീ കോട്ടുവാ വിട്ട് ഓഫീസ് ഉറക്കിയത് ഓക്കെ. കോട്ടുവാ വിട്ട കണ്ണാടി എങ്ങനെ ഉടയുന്നേ? എന്നാ പറ്റിയളിയാ? എന്താടാ 5 വിരലില്ലേ? എന്താടാ മൂക്കും ചെവിയിട്ട് ഇളക്കുന്നേ? നിന്റെ തൊണ്ടയ്ക്കകത്ത് തവള ഇറങ്ങിയോ? വയറിനകത്ത് സോഡാ കുപ്പി ഒട്ടിക്കുന്നു ഒച്ച. എന്താ നിനക്ക് ഛർദിക്കണോ? എന്നേലും പറയാനുണ്ട് പറയടാ. നീ എന്നടാ കോമാ സ്റ്റേജിലേക്ക് പോവാണ്. എടാ പറയടാ. Nice Waikota. Once more. ഡോക്ടർ വരുന്നുണ്ട്. നോക്കിയോ അതാ വരുന്നുണ്ട്. നിനക്ക് കേട്ടോ ഒരപ്പാ പണി. ഇത്ര മാത്രം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. ഡോക്ടറെ, അതല്ലടാ കൊച്ചനെ, നിന്റെ വായിക്കോട്ടേക്ക് ഇത്രയും ഫോഴ്സ് ഉണ്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അതെ ഡോക്ടർ, ഇതിങ്ങനെ അരമണിക്കൂർ ഇടവിട്ട് വന്നു പോയിക്കൊണ്ടിരിക്കുക. ഓഫീസിൽ പോകുന്ന സമയം ഒഴികെ ബാക്കി ലുങ്കി കൊടുത്ത് ജട്ടിയിടാതെ എന്റെ കൂടെ നടക്കുന്നേ. ഇനി കോട്ടുവാ വരും പറയണേ. റിസ്ക് എടുക്കാൻ എനിക്ക് വയ്യ. എന്തുവാടാ? അതല്ല ഡോക്ടർ, നമ്മുടെ നേഴ്സ് ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ലെഗ് പീസ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലെന്ന് പറയുക. നമ്മളായിരുന്നെങ്കിലോ? അല്ലേ സിസ്റ്ററെ? കണ്ടല്ലോ, എല്ലാരും കണ്ടല്ലോ, ഞാൻ മാത്രമാണ്. ഇത് ഭയങ്കര അപകടമാ. എന്നാ നിനക്ക് അരമണിക്കൂറോട്ട് വായിക്കോട്ടെ വരുമെന്നല്ല പറഞ്ഞത്. നീ ഒരു കാര്യം ചെയ്യും. നിനക്ക് വായിക്കോട്ടെ വരുന്ന സമയത്ത് ആളില്ലാത്ത എവിടെയെങ്കിലും പോയി ഇരിക്കാൻ നോക്ക്. നീ വെറുതെ റിസ്ക് എടുക്കാൻ നോക്കണ്ട. ഡോക്ടർ, വേറൊരു വഴിയില്ലേ? വഴി ഡോക്ടർ മഹേന്ദ്രയുടെ അടുത്ത് ചോദിച്ചിട്ട് പറയാം. മച്ചാനെ, അപ്പൊ ഇയാളേതാ? ശരി, നമുക്ക് പിന്നെ കാണാം. ടേക്ക് കെയർ ഡോക്ടർ. ഇനി ഇതിന്റെ പേരിൽ നേഴ്സുമാരെല്ലാം പാൻറ്റിട്ടോണ്ട് വരുവോ ആവോ? ഗുണ എങ്ങനെ ഇരിക്കുന്നു നീ കണ്ടോ? കൂളിംഗ് ഗ്ലാസ് ഗുണ കണ്ണില്ലാത്ത കവാലിയായടാ. വാടാ, എവിടുന്ന് മുങ്ങ. കണ്ണില്ലേലും അവൻ പ്രശ്നമോ? വാടാ. എന്താടാ? ഇവൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഹലോ, എവിടെയപ്പോ? എന്താ കാര്യം പറ. ഇന്ന് നമ്മുടെ ക്ലീൻ കൺട്രി മുഖേന ഒരു ഫാഷൻ ഷോ നടത്തുന്നുണ്ട്. ഏയ് സുനിതേ, ഞാൻ അർജന്റായിട്ട് പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതുപോലെ വേറെ ആരും റോഡിൽ അർജന്റ് ആയിട്ട് പോവാതിരിക്കാൻ വേണ്ടിട്ടാ പബ്ലിക് ടോയ്ലറ്റ് അതിനുള്ള ഫണ്ട് റൈസിംഗ് പ്രോഗ്രാം ഇത്. അഡ്രസ് അയച്ചിട്ടുണ്ട്, വന്നേക്കണം. ഏയ് സുനിത, ഞാൻ പറയുന്നു കേക്ക് പ്ലീസ്. എന്നോട് ഇഷ്ടമെന്ന് പറഞ്ഞത് സത്യാണെങ്കിൽ ഉറപ്പായിട്ടും വരും. ഹലോ സുനിത, ഹലോ. ലവ് ഈസ് ഇമ്പോസിബിൾ. നീ വെറുതെ വട്ടിയേറ്റാ. ആവശ്യമില്ലാതെ റിസ്ക് എടുക്കരുത്.